Welcome back to Axonus Learning online classes. ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ലാസ്റ്റ് ക്ലാസ്സുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയും. കൂടാതെ എക്സ്ട്രാ ടോപ്പിക്സ് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ് തന്നിട്ടുണ്ട്. അതൊക്കെ കൂടി പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പം എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുക. നമുക്ക് എന്തായാലും എക്സാമിന് എന്തായാലും നമുക്ക് നല്ല മാർക്ക് ഉണ്ടാവും. കാരണം നമ്മൾ അത്രയും പഠിച്ചിട്ടില്ലേ, പിന്നെന്താ ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തില്ലേ, അപ്പം പിന്നെ നമുക്ക് മാർക്ക് ഉണ്ടാവില്ലേ. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് നമുക്ക് അധികം ഒന്നും വൈകിപ്പിക്കണ്ട. നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ രണ്ടും കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇത് രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 49th ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ എയും ബിയും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ എയും ബിയും ആണുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എ ആണ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഡ്യൂറിങ് 3 മേജർ പീരിയഡ്സ്. അതായത് വിമൻസിൻ്റെ റോള് എവിടെ, ഈ സോഷ്യോളജിയിലൊക്കെ എന്താണോ എപ്പോഴും വിമൺ എന്ന് പറയുന്ന ഒരു ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് റിലേറ്റഡ് ആയിട്ടുള്ള വിമൺ, ചിൽഡ്രൻ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ച പോലെ ലോവർ കാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ട്രൈബൽ പീപ്പിൾസ്, അവരുടെ ലൈഫ്, മാരേജസ്, ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് ക്വസ്റ്റ്യനിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വിമൻ്റെ സ്റ്റാറ്റസ്. വേദിക് പീരീഡിൽ എങ്ങനെയായിരുന്നു വിമൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മൾ നോക്കിയില്ലേ. ധർമ്മശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ നോക്കിയില്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3 മേജർ പീരീഡിൽ ആൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ, ഈ 3 പീരീഡിലും വിമണിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമൊന്നുമല്ല. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആൻഷ്യൻ്റ് പീരിയഡിലുള്ളതാണ്. ആൻഷ്യൻ്റ് പീരിയഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്, നമ്മുടെ ഒരു വേദിക് പീരിയഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ മൗര്യ, ഗുപ്ത ഒക്കെ വരുന്ന ഒരു സമയമാണ് എന്തെന്ന് പറയുന്നത് ആൻഷ്യൻ്റ് പീരിയഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മിഡീവൽ പീരിയഡ് നമ്മൾ ഉദ്ദേശിക്കുന്നതോ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ്, മുഗൾസ് ഇവരൊക്കെ ഭരിക്കുന്ന സമയം 1100 മുതൽ 1700 വരെയാണ് നമ്മൾ മിഡീവൽ. 1500 1600 വരെയൊക്കെയാണ് നമ്മൾ മിഡീവൽ പീരിയഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ബ്രിട്ടീഷുകാരോട് വരവ് കൂടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് മോഡേൺ പീരിയഡ് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ആണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് സ്ത്രീകളുടെ സ്റ്റാറ്റസ്, വിമണിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു, അവർക്ക് എത്രത്തോളം റോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ആൻഷ്യൻ്റ് പീരിയഡിൽ വേദിക് പീരിയഡും ആ ഒരു ഭാഗത്തെ പീരിയഡിനായിട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് വേദിക് പീരിയഡിൽ എങ്ങനെയാണ് വിമണിന് ഹൈ സ്റ്റാറ്റസ് ആയിരുന്നു. അവളുടെ ഭർത്താവിനെ അവൾക്ക് തിരഞ്ഞെടുക്കാം, എഡ്യൂക്കേഷനിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കൂടാതെ എന്താണ്, യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു, കൃഷി ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരുന്നു, വിമൻസിന് ഉണ്ടായിരുന്നു. റിലേറ്റീവ്ലി ഹൈ പൊസിഷൻ ആയിരുന്നു ആൻഷ്യൻ്റിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഹാസ് ചേഞ്ച്ഡ് സിഗ്നിഫിക്കൻ്റ്ലി അക്രോസ് 3 മേജർ ഹിസ്റ്റോറിക്കൽ പീരീഡ്സ് ആൻഷ്യൻ്റ്, മിഡീവൽ ആൻഡ് മോഡേൺ. ആൻഷ്യൻ്റിനും മിഡീവലിനും മോഡേണിലോട്ട് എത്തി നോക്കുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ സാധിക്കും. ഇനി ആൻഷ്യൻ്റ് പീരീഡാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. വേദിക് ഏജ് മുതൽ ധർമ്മശാസ്ത്രാസ് വരെ. അതിൽ വേദിക് ഏജ് മുതൽ ധർമ്മശാസ്ത്രാസ് എന്ന് പറയുമ്പോൾ വേദിക് ഏജിൽ ഹൈ പൊസിഷൻ ആയിരുന്നു. വേദിക് ഏജിൽ ഹൈ പൊസിഷൻ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ എന്ന് പറയുന്നത് ധർമ്മശാസ്ത്രാസിലാണ്. ധർമ്മശാസ്ത്രാസിൽ എത്തിയപ്പോൾ ഇതിന് എന്തായി, വിമന്റെ സ്റ്റാറ്റസ് ലോ സ്റ്റാറ്റസ് ആയി എന്നാണ് പറയുന്നത്. വേദിക് മുതൽ ധർമ്മശാസ്ത്രാസ് വരെയാണ്. ഏർലി സ്റ്റാറ്റസ് വേദിക് പീരിയഡിൽ വിമൻ എൻജോയ്ഡ് റിലേറ്റീവ്ലി ഹൈ സ്റ്റാറ്റസ്. ദേ വർ ഏബിൾ ടു റിസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ചൂസ് ദെയർ ഓൺ മാരേജ് പാർട്ട്നേഴ്സ്. നല്ല പൊസിഷൻ ആയിരുന്നു ഏർലി വേദിക് പീരിയഡ് അല്ലെങ്കിൽ വേദിക് പീരിയഡിൽ. വിമൻസിന് എന്തെങ്കിലും എഡ്യൂക്കേഷനിൽ അവകാശം ഉണ്ടായിരുന്നു, സ്വന്തം പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹാംഫുൾ പ്രാക്ടീസസ് ആയിട്ടുള്ള സതി, ചൈൽഡ് മാരേജ്, ഇതൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല, വേദിക് പീരിയഡിൽ ഉണ്ടായിരുന്നില്ല.
എവിടെ ഉണ്ടായിരുന്നില്ല? വേദിക് പീരീഡിൽ ഉണ്ടായിരുന്ന. സതി ഉണ്ടോ? ഇല്ല. ചൈൽഡ് മാരേജ് ഉണ്ടോ? ഇല്ല. വിഡോക്ക് മാരേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടോ? ഇതൊന്നും എവിടെയല്ല? വേദിക് പീരീഡില്ല. അതുകൊണ്ട് തന്നെ റിലേറ്റീവ്ലി ഹൈ പൊസിഷൻ ആയിരുന്നു. നെക്സ്റ്റ്, ധർമ്മശാസ്ത്രത്തിന്റെ ഒക്കെ ഒരു പീരീഡ് വന്നതോട് കൂടിയിട്ട് വിമൻ ബിഗാൻ ടു ഡിക്ലൈൻ ഗ്രാജുവലി. അതായത് വിമന്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി. അതെന്തായി? ഒരു മോശം അവസ്ഥയിലോട്ടെത്തി. പീരീഡ് ലൈക്ക് റിസൾട്ടിങ് ഹെവി റെസ്ട്രിക്ഷൻ ആൻഡ് ഹാംഫുൾ സബോർഡിനേഷൻ. വിമണ് നന്നായിട്ട് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ തുടങ്ങി. അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് എൻ്റേത് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു തരത്തിലുള്ളതായിരുന്നു. വിമണ് എന്താണ്? വിമൺ എന്ന് പറഞ്ഞ പൊസിഷൻ കൊടുക്കുന്നുണ്ട്, എന്നാൽ കംപ്ലീറ്റ്ലി സബോർഡിനേറ്റ് ചെയ്യുന്നുമുണ്ട്. അതായത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് എഡ്യൂക്കേഷനിലായാലും മാരേജിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും, യുദ്ധത്തിനൊന്നും പിന്നെ പോകാനേ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഫുൾ സബോർഡിനേഷൻ. ഭർത്താവിന് എന്ത് ചെയ്യാം? ഭാര്യ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് വരെ ധർമ്മശാസ്ത്രം എത്തിയപ്പോൾ ഒക്കെ എന്തായി? ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? ആൻഷ്യൻ്റ് പീരിയഡിലുള്ളത് പറയാൻ ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ മിഡീവൽ പീരീഡിലാണ്. മിഡീവൽ പീരീഡിൽ എങ്ങനെയായിരുന്നു വിമന്റെ റോള് എന്നുള്ളതാണ്. ഇതൊരു 1100 മുതലുകളുള്ളതാട്ടോ. നമ്മൾ ഇനി പറയാൻ പോകുന്നത് സോഷ്യൽ ഐസൊലേഷൻ എന്നാണ്. അതായത് വിമൻ സ്റ്റാറ്റസ് ഫർദർ ഡിക്ലൈൻ ഇൻ ടു സ്റ്റേറ്റ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ. വിമന്റെ ഒരു ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്നത്. അതായത് ആ സമയത്ത് ആരായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്? ആരാണ് മിഡീവൽ പീരീഡിൽ? മുഗൾസും സുൽത്താനേറ്റൊക്കെയാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇത് എവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? സ്റ്റേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സ്ത്രീകൾക്ക് രാജാവാൻ പാടില്ല, സ്ത്രീകൾക്ക് പുറത്ത് ശരിക്കും ഇറങ്ങാൻ പാടില്ല, പർദ്ദ ധരിക്കണം, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഡൽഹി സുൽത്താനേറ്റിൽ എന്ത് കാണാൻ സാധിക്കും? ഒരു വിമൺ റൂളറെ കാണാൻ സാധിക്കും. റസിയ സുൽത്താന എന്ന് പറയുന്ന ഒരു വിമൺ റൂളറൊക്കെ കാണാൻ സാധിക്കും. കുറച്ച് കാലം നിന്നിട്ടുള്ള വിമൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റി? ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം വിമൺ അവരങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ women from the world outside the home. അതായത് the system of പർദ became the common. പർദ സിസ്റ്റം കോമൺ ആയിരുന്നു. പർദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രമേ കാണാൻ പറ്റൂ, അങ്ങനെയുള്ള ഒരു പർദ സിസ്റ്റം കോമൺ ആയിരുന്നു. ഐസൊലേറ്റിംഗ് വിമൻ ഫ്രം ദി വേൾഡ് ഔട്ട്സൈഡ് ദി ഹോം. അതായത് വിമനെ വീട്ടിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു വിമൻസിന് കൊടുത്തിട്ടുണ്ട്. ഹാംഫുൾ പ്രാക്ടീസസ് വരാൻ തുടങ്ങി. ഈ ഒരു ടൈം മുതലാണ് പോളിഗാമി, എ മാൻ ഹാവിങ് മൾട്ടിപ്പിൾ വൈഫ്സ്. ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരാകാം എന്നുള്ളതാണ് പോളിഗാമി. അത് വരുന്നത് ഏത് സമയത്താണ്? നമ്മുടെ മിഡീവൽ പീരീഡിലാണ് വരുന്നത്. ചൈൽഡ് മാരേജ് വന്നു. എന്താണ്? ചൈൽഡ് മാരേജ് വന്നു, സതി വന്നു. ചൈൽഡ് മാരേജ് വന്നു, സതി വന്നു, നമ്മളെ കാളം വന്നു, തോര വന്നു എന്ന് പറഞ്ഞ പോലെ ചൈൽഡ് മാരേജ് വന്നു, സതി വന്നു, അതുപോലെ പോളിഗാമി വന്നു. ഇതൊക്കെ മിഡീവൽ പീരിയഡിലാണ്. വിമൺ വെർ ജനറലി ഡിനൈഡ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനുള്ള റൈറ്റ് ആർക്ക് ഉണ്ടായിരുന്നില്ല? വിമണിന് ഉണ്ടായിരുന്നില്ല. ആൻഡ് കെപ്റ്റ് അവേ ഫ്രം ദി പാർട്ടിസിപ്പേറ്റിംഗ് പബ്ലിക് ലൈഫ്. പബ്ലിക് ലൈഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ ആരെ തടഞ്ഞിട്ടുണ്ടായിരുന്നു? വിമണിനെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മിഡീവൽ പീരിയഡിൽ പറയാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മോഡേൺ പീരിയഡിൽ വിമന്റെ റോൾ എങ്ങനെയായിരുന്നു, സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. മോഡേൺ പീരിയഡ് സ്റ്റാർട്ടിങ് വിത്ത് 19th സെഞ്ച്വറി. 19th സെഞ്ച്വറി നമ്മൾ 1800കളിൽ മുതലുള്ള ഒരു സ്റ്റാറ്റസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഈ ഒരു സമയത്താണ് ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് ഇന്ത്യയിൽ ഉയർന്നു വരുന്നത്. നമ്മൾ പറഞ്ഞ ജ്യോതിബ ഫുലെ, രാജാറാം മോഹൻ റോയ്, സാവിത്രിബായി ഫുലെ, പണ്ഡിത രമാബായി, ഇവരെ പോലെയുള്ള, പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കേളപ്പൻ, ശ്രീനാരായണ ഗുരു, വൈക്കമല്ല ചട്ടമ്പി സ്വാമികൾ, അതുപോലെയുള്ള ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് എന്ന് പറയുന്നത്. അതായത് മിഡീവൽ പീരീഡിൽ ഒരുപാട് എന്തുണ്ടായിരുന്നു? സോഷ്യൽ എവിൽസ് ഉണ്ടായിരുന്നു, അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത് വേണ്ട, ഇനി ഇങ്ങനെയുള്ള സിസ്റ്റം വേണ്ട എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരാളാണ് രാജാറാം മോഹൻ റായ് എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റായ് കാരണമാണ് എന്ത് അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സതി അബോളിഷ് ചെയ്തിട്ടുള്ളത്. വിഡോ മാരേജ് റെസ്ട്രെയിൻ ആക്ട് വന്നിട്ടുള്ളത് ഈ സോഷ്യൽ റിഫോമേഴ്സ് കാരണമാണ്.
കൂടാതെ ഡിസ്ക്രിമിനേഷൻ ആക്ട് വന്നിട്ടുള്ളത് ഈ ഒരു സോഷ്യൽ റിഫോമേഴ്സ് കാരണമാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? സോഷ്യൽ റിഫോമേഴ്സിന് ഈ ഒരു മോഡേൺ പീരിയഡിൽ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോഷ്യൽ എവിൽസ് ആൻഡ് റിഫോംസ്, അതായത് സോഷ്യൽ എവിൽസിന് അനാചാരങ്ങൾക്കെതിരെ ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് പീരിയഡ് ബിഗാൻ വിത്ത് വിമൻ ഫേസിങ് സീരീസ് സോഷ്യൽ ലെവൽസ് ആയിട്ട് സതി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് സപ്രഷൻ വിഡോസ്, അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ടൈമായിരുന്നു മോഡേൺ പീരിയഡ് എന്ന് പറയുന്നത്. എന്തൊക്കെ? സോഷ്യൽ എവിൽസ് ആയിട്ടുള്ള സതി, എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നു, വിഡോസിനെ സപ്രസ് അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നടന്ന സമയത്ത് 1800കളുടെ ലാസ്റ്റൊക്കെ ആയപ്പോക്ക് സോഷ്യൽ റിഫോമേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് അതിലൊരു മാറ്റം ഉണ്ടാകുന്നത്. റൈറ്റ്സ് ഓഫ് ലെജിസ്ലേഷൻ, നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? ഉയർന്നു വരുന്നു. ഡ്യൂ ടു ദ എഫേർട്സ് ഓഫ് സോഷ്യൽ റിഫോമേഴ്സ് മൂവ്മെന്റ് ബിഗാൻ ദാറ്റ് ചാലഞ്ചസ് ദിസ് എവിൽ, ഈ എവിൽസിനൊക്കെ അവരെന്ത് ചെയ്തു? ചാലഞ്ച് ചെയ്തു. ഇങ്ങനെയുള്ള എവിൽസ് ഒന്നും സമൂഹത്തിൽ വേണ്ട എന്ന് ആരാണ് പറഞ്ഞത്? ഇതേപോലെയുള്ള രാജാ റാം മോഹൻ റോയിനെയും പണ്ഡിത രമാബായിനെയും ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെയും സാവിത്രിബായി ഫുലെയൊക്കെ പോലെയുള്ള സോഷ്യൽ റിഫോമേഴ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലോസ് വേർ പാസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് സച്ച് ആസ് സതി പ്രൊഹിബിഷൻ ആക്ട് 1829. അപ്പൊ സതി പ്രൊഹിബിഷൻ ആക്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. 1829 വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് സതി അബോളിഷ് ചെയ്തിട്ടുള്ളത് 1829 അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അങ്ങനെ രാജാ റാം മോഹൻ റോയിൻ്റെ റിഫോംസ് കാരണം ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നു? സതി അബോളിഷ് ചെയ്യുന്നു. വിഡോ റീമാരേജ് ആക്ട് വരുന്നു. എന്നാണ് 1856 1856 വിഡോ റീമാരേജ് ആക്ട് വരുന്നു. ദീസ് എഫേർട്സ് സ്റ്റാർട്ട് സ്ട്രഗിൾ ടു ഇംപ്രൂവ് ദ ഓവറോൾ കണ്ടീഷൻ ഓഫ് ഇമാൻസിപ്പേഷൻ ഓഫ് ഫ്രീഡം ഓഫ് വിമൻ. ഇതെന്ത് ചെയ്തു? ഒരു ഫ്രീഡം മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഫ്രീഡം എന്നുള്ള ഒരു ഇമാൻസിപ്പേഷൻ ഒരിത് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ടൈമിലുള്ള സ്ത്രീകളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. നമുക്ക് ആൻഷ്യൻ പീരീഡ് ഉണ്ട്, മിഡീവൽ പീരീഡ് ഉണ്ട്, മോഡേൺ പീരീഡ് ഉണ്ട്. ആൻഷ്യൻ പീരീഡിൽ എന്ന് പറയുന്നത് നമുക്ക് വേദിക് ഏജ് മുതൽ ധർമ്മശാസ്ത്രാസ് വരെയാണ്. വേദിക് ഏജിൽ നല്ലൊരു റിലേറ്റീവ്ലി ഹൈ സ്റ്റാറ്റസ് ആയിരുന്നു. എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, യുദ്ധത്തിൽ പോവാമായിരുന്നു, അവരുടെ ഭർത്താവിനെ അവർക്ക് ചൂസ് ചെയ്യാമായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ അവകാശങ്ങളും കിട്ടിയിട്ടായിരുന്നു. ധർമ്മശാസ്ത്രാസ് ആകുമ്പോഴേക്ക് എന്താണ്? സ്റ്റാറ്റസ് റിലേറ്റീവ്ലി ലോ ആവാൻ തുടങ്ങി. എല്ലാ തരത്തിലും സബോർഡിനേഷൻ വന്നു, ഫിസിക്കൽ അബ്യൂസ് വരാൻ തുടങ്ങി, വിഡോസിനെ സപ്രസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ചൈൽഡ് മാരേജ് സപ്പോർട്ട് ചെയ്തു, സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു? ഡിനൈ ചെയ്തു. ഇങ്ങനെയുള്ളതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ധർമ്മശാസ്ത്രാസിലാണ്. പിന്നെ ആ ഒരു പീരീഡ് ആയപ്പോഴാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് മിഡീവൽ പീരീഡ് എത്തുമ്പോൾ 1100കളിൽ തുടങ്ങാണ്. ആ സമയത്ത് വിമണിന് ലോ സ്റ്റാറ്റസ് ആയിരുന്നു. സതി, ചൈൽഡ് മാരേജ് ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യാണ്? നടക്കുകയാണ്. ഒരുപാട് ഡിസ്ക്രിമിനേഷൻ വിമൻസിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോഡേൺ പീരീഡിലെത്തുമ്പോൾ 1800കളിലാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് സതിയൊക്കെ അല്ലെങ്കിൽ വിഡോകളുടെ റീമാരേജ് ഇല്ലാതെ അവരുടെ എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്ത് ഒരു ഹൈ ഇതിലായി നിൽക്കുന്ന ഒരു ടൈമാണ്. ഈ ഒരു സമയത്താണ് സോഷ്യൽ റിഫോമേഴ്സ് ഉയർന്നു വരുന്നത്. അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി. അതെന്ത് ചെയ്തു? ഒരുപാട് നിയമങ്ങൾ പുതുതായി കൊണ്ടുവന്നു. അങ്ങനെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് എന്ത് ചെയ്തു? ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 1829 വിഡോ റീമാരേജ് ആക്ട് സതി അബോളിഷ് ചെയ്യുന്നതും 1856 വിഡോ റീമാരേജ് ആക്ട് കൊണ്ടുവരുന്നതും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. എക്സ്പ്ലെയിൻ ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്? നമ്മൾ കുറേ കേൾക്കുന്ന ഒരു വേർഡാണ് എന്ത്? ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷനും ഒരേ അവകാശം എന്ന്, അല്ലെങ്കിൽ അത് ഫാമിലിയിലാവട്ടെ, സൊസൈറ്റിയിലാവട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിലാവട്ടെ, എല്ലാത്തിലും സ്ത്രീകൾക്കും വിമണിനും ഒരേ പരിഗണന. ഇപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിൽ ഒരേ വേജ്, ഒരേ നിയമങ്ങൾ, ഇങ്ങനെയൊക്കെ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതായാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ജെൻഡർ ഇക്വാലിറ്റി കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ജെൻഡർ ഇക്വാലിറ്റി റെഫേഴ്സ് ടു
condition where both men and women receive equal treatment in social institution. social institutionൽ മെന്നിനും വിമണിനും ഈക്വൽ ട്രീറ്റ്മെന്റ്, തുല്യത, ഒരേപോലെയുള്ള അവകാശങ്ങൾ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇൻ എ ജെൻഡർ ഈക്വൽ സൊസൈറ്റി men and women have freedom to make their own choices and respect each other. അവർക്ക് പുരുഷന് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി, കഴിവുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് വേണം, അത് ഉണ്ടായിരിക്കണം. കഴിവ് എന്നല്ല, അവർക്ക് അതിനുള്ള അവകാശമുണ്ടെങ്കിൽ പുരുഷന് കിട്ടുന്ന അതേ അവകാശം സ്ത്രീക്കും വേണം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജെൻഡർ ഇക്വാലിറ്റി ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ദ ഫാമിലി വെൻ ഒബ്സ്റ്റക്കിൾസ് ടു ലിബറേഷൻ ഓഫ് വിമൻ ആർ റിമൂവ്ഡ് ആൻഡ് വിമൻ ഷെയർ റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഒരു വീട്ടിൽ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും? ആ വീട്ടിലെ കാര്യങ്ങൾ ഈക്വലി ഷെയർ ചെയ്യുമ്പോഴാണ് ആണല്ലോ. അത് ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ആവട്ടെ, എക്കണോമിക്കൽ ഡ്യൂട്ടീസ് ആവട്ടെ, ഈ രണ്ട് കാര്യങ്ങളും ഈക്വലി ഷെയർ ചെയ്യുമ്പോഴേ അവിടെ എന്തുണ്ടാവുന്നുള്ളൂ, ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാവുന്നുള്ളൂ. അതാണ് ജെൻഡർ ഇക്വാലിറ്റി കൊണ്ട് ഒരു ഹൗസ് ഹോൾഡ് എന്നുള്ള അല്ലെങ്കിൽ ഫാമിലിയിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരൻസ് ഷുഡ് ടേക്ക് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ചൈൽഡ് റിയറിങ്. കുട്ടികളെ നോക്കുന്നതിൽ എന്ത് വേണം, പാരൻസ് എന്ന് പറയുമ്പോൾ ആരാണ്? ഫാദർ ഉണ്ട്, മദർ ഉണ്ട്. ഫാദറും മദറും ഒരേപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുള്ളൂ, ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാവുന്നുള്ളൂ. കുട്ടിക്ക് ക്യാഷ് ചെലവാക്കുന്നത് ആരാണ്? ചിലപ്പോൾ കുട്ടീൻ്റെ അച്ഛനായിരിക്കും, കുട്ടീൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കുന്നത് ആരായിരിക്കും? അമ്മയായിരിക്കും. അങ്ങനെയല്ലാതെ ക്യാഷ് ചെലവാക്കുന്നതിലും കുട്ടികളെ നോക്കുന്നതിലും ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എ റെലവൻറ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് അച്ചീവിങ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ഫാമിലി ഈസ് ഡുവൽ പാരൻറ്റിങ്. ഡുവൽ പാരൻറ്റിങ്ങിലൂടെ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും? ജെൻഡർ ഇക്വാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. എന്താണ് ഡുവൽ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ? ഡുവൽ പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു കുട്ടിയുടെ കാര്യത്തിൽ രണ്ട് പേരൻസും, അതായത് അച്ഛനും അമ്മയും ഒരേപോലെ ഒരു കുട്ടീനെ നോക്കുന്നത്, അത് ഫിസിക്കൽ ആവട്ടെ അല്ലെങ്കിൽ എക്കണോമിക്കലി ഫിനാൻഷ്യലി ആവട്ടെ, രണ്ട് കാര്യങ്ങളും ഒരേപോലെ രണ്ട് പേരൻസ് കൂടി ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡുവൽ പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഡുവൽ പാരൻറ്റിങ് കൊണ്ടുവന്നാൽ മാത്രമേ ഫാമിലിയിൽ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ? ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഡുവൽ പാരൻറ്റിങ് ഈസ് എ കൺസെപ്റ്റ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ എ situation where both father and the mother are responsible for bringing up their children. കുട്ടികളെ വളർത്തുന്നതിൽ ഫാദറും മദറും ഒരേപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതാണ് എന്ന് പറയുന്നത് ഡുവൽ പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡുവൽ പാരൻറ്റിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് കൊണ്ടുവരേണ്ടത്? ഒരു ഫാമിലിയിൽ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നുള്ളത്. സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ എക്സാമിൻ്റെ ടെൻഷനിലാണ് നിങ്ങളെങ്കിൽ ഒട്ടും ആ ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ട ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സും കൂടി നിങ്ങൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ കഴിയും. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പല ടേംസ് ഉണ്ട്, അത് നിങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വൺ വേർഡ് വന്നാൽ ഈസി ആയിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്ട്രാ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല പോലെ പഠിക്കുക. അങ്ങനെ നല്ല പോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. ഇനി എക്സാം എന്നുള്ളൊരു പേടി വേണ്ട. നമ്മൾ ആക്സോണസ് ലേണിംഗ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടല്ലേ ഇഷ്ടം പോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ പാസ്സാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? ഓക്കെ, സോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നതിലൂടെ ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 69 ബാർ മെയ് ബാർ 4 സെറ്റ് എ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ നമ്മൾ വിജയിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് ടോപ്പിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം പോയിന്റ്സ് നമ്മൾ എത്തിച്ചിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നിന്നിട്ട് ലോട്ട് ഓഫ് ഇൻഫോർമേഷൻസ് നിങ്ങളിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിച്ചിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഇനി പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ടോപ്പിക്സ് കൂടി പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായി വായിച്ച് നോക്കിയിട്ട് നല്ല പോലെ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഒരു ഓൾ ദ ബെസ്റ്റ് ആണ് നിങ്ങളോട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. നമ്മളെ കൊണ്ട് പറ്റുക എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് പഠിച്ചു പോവുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിൽ പാസ്സാവാനും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും കഴിയുകയുള്ളൂ. സോ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് ഇരുന്ന് തന്നെ പഠിക്കാൻ നോക്കുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കാം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. ഓക്കെ, സോ ഇനി നമ്മൾ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോഷ്യോളജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് ഡിസ്കഷൻ നമ്മൾ ഇന്ന് ഈ ഒരു നിമിഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച്.